നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. തിന്മയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളെ സ്വതന്ത്രരാക്കുക. ലോകത്ത് നടക്കുന്ന ദുഷ്ടതയുടെ കെട്ടിനെ പൊട്ടിക്കുക, നുകം അഴിച്ചു മാറ്റുക. ഈ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതാണ് ഉപവാസം. നമ്മളെടുക്കുന്ന ഉപവാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതാ. ഇത് ചെയ്യാനുള്ള വഴി ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മളെടുക്കുക നോമ്പ്, നമ്മൾ ഉപവാസം എടുക്കുക, ത്യാഗം എടുക്കുക. അതിനൊക്കെ നിയോഗം നമ്മൾ എന്ത് വെക്കണം? ലോകത്തിൻ്റെ തിന്മയുടെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി, ഇന്നത്തെ യുവ തലമുറകൾക്ക് വേണ്ടി, വൈദികര്, സമർപ്പിതര്, അല്ലേ, സഭയുടെ നേതൃത്വങ്ങൾ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ എടുക്കണ നോമ്പിൽ ഉപവാസത്തിൽ നിയോഗം വെക്കണം. ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അതിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ആ മേഖലകളിലൊക്കെ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ഉപവാസം നമ്മുടെ ആയി മാറുക. നമ്മൾ ചെയ്യുന്ന ഉപവാസം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യമാകാം.